Assalamualaikum. Hi everyone. Welcome back to my channel. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ഹോം മേക്കർ നല്ല രീതിയിൽ നമ്മൾ കുറേ ടൈം ബാക്കിയുള്ളവരെ കെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അല്ലേ? നമ്മളെ ഫാമിലി, ഹോം അങ്ങനെ എല്ലാം കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സെൽഫ് കെയർ. ബിക്കോസ് സെൽഫ് കെയർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെ ബാക്കിയുള്ളവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലേ? കൂടുതൽ ഹോം മേക്കേഴ്സിനും അവർക്ക് ഒരു ബ്രേക്ക് എടുക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു ടൈം എടുക്കാനൊക്കെ ഭയങ്കര ഗിൽറ്റ് ഫീലാണ് വരുന്നത്. സെൽഫ് കെയർ ഒരിക്കലും ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമില്ല, അതൊരു നെസസറിയാണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും പല ഹോം മേക്കേഴ്സിനും അവർക്ക് വേണ്ടി ടൈം കൊടുക്കുന്നതും സെൽഫ് കെയർ ചെയ്യുന്നതും ഒരു ഗിൽറ്റായിട്ട് തോന്നുന്നത്? നമ്മൾ റീചാർജ് ചെയ്യാനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും എനർജി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് സെൽഫ് കെയർ എന്ന് പറഞ്ഞാലും. ഒരു ഹോം മേക്കർ എന്നുള്ള രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡെയിലി മീ ടൈം കൊടുക്കുക എന്നുള്ളത്. അതൊരു ഡേ സ്റ്റാർട്ട് ആകുമ്പോൾ ആണെങ്കിൽ അത്രയും നല്ലത്. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഫീൽ ആയിരിക്കും ബാക്കി റെസ്റ്റ് ഓഫ് ദ ഡേ നമുക്ക് കിട്ടുക. പക്ഷേ ആസ് മോംസ് മോർണിംഗ്സ് യൂഷ്വലി ഭയങ്കര കുട്ടികളെ റെഡിയാക്കാനും ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യാനും അതൊക്കെ കൊണ്ട് ബിസി ആയിരിക്കും, ഈ സ്കൂൾ ഗോയിങ് കിഡ്സ് ഉള്ളവർക്കാണെങ്കിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈമിൽ അങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മീ ടൈമൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. മീ ടൈം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ, മൈൻഡും റിലാക്സ് ആവണ്ടേ. അതുകൊണ്ട് തന്നെ അവർ സ്കൂളിൽ പോയാലോ, ഹസ്ബൻഡ് ഓഫീസിൽ പോയാൽ അല്ലെങ്കിൽ കിഡ്സ് സ്കൂളിൽ പോയാലൊക്കെ നമുക്ക് ഒരു മീ ടൈം എടുക്കാം. എനിക്ക് യൂഷ്വലി മീ ടൈം കിട്ടാറ് ആ ടൈമിലാണ്. ഇനി ആ ഒരു മീ ടൈമിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ മീ ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു കപ്പ് ചായ പീസ്ഫുള്ളായിട്ട് കുടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കുന്നത് വരെ ആവാം. അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓരോരുത്തർക്ക് എങ്ങനെയാണ് റിലാക്സ്ഡ് ആവുക ആ രീതിയിൽ ചെയ്യുന്നതാണ് മീ ടൈം എന്ന് പറയുന്നത്. ഈ അക്വേറിയം വാങ്ങിയതിൻ്റെ ശേഷം പല ടൈമായിട്ട് ഞാൻ വെറുതെ വന്നിട്ട് ഇവിടെ ഫിഷിനെ നോക്കിയിരിക്കും. ടൈം പോകുന്നത് അറിയേ ചെയ്യൂല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് നമ്മളെ മൈൻഡൊക്കെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് വേ ചിലപ്പം വെറുതെ നേച്ചർ നോക്കിയിരിക്കുക എന്നായിരിക്കും. ഈ അക്വേറിയത്തിലുള്ള ഫിഷിനെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ ശരിക്കും സ്ട്രെസ്സൊക്കെ റിലീസായി ഒരു കാം സ്റ്റേറ്റിലേക്ക് വരുമ്പോലെ തോന്നും. നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് മേക്കിംഗ് യുവർ ബെഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു ദിവസം രാവിലെ തന്നെ എണീച്ച് ബെഡൊക്കെ മേക്ക് ചെയ്താൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഫുൾഫിൽമെൻ്റാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് ഓഫ് ദ ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബും അവിടെ കിട്ടും. ഞാനായാലും എപ്പോഴും ഫുൾ എനർജിയോടുകൂടെ ഒന്നല്ല എണീക്കാറുള്ളത്. ചില ടൈമിൽ എനിക്കും ഭയങ്കര മടിയായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാൻ വിചാരിക്കും ഒരു കുറച്ച് കഴിഞ്ഞിട്ട് റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കുന്ന ടൈമുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ടൈമിലുള്ള സമയത്താണെങ്കിൽ എപ്പോഴും നമുക്ക് എല്ലാത്തിനും ഒരു ലേസിനെസ് ഫീലാണ് ഉണ്ടാവുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിൽ വരുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ മാക്സിമം അത് മാറ്റി വെക്കാണ്ട് നിൽക്കാൻ നോക്കിയാൽ നമുക്ക് ആ ഒരു ഡേ നല്ലൊരു പീസ്ഫുള്ളായിട്ട് നീക്കാൻ വേണ്ടി പറ്റും. ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരിക്കലും ഐസൊലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കരുത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം എടുക്കണം, അവരായിട്ട് ചാറ്റ് ചെയ്യുക, കോൾ ചെയ്യുക, എങ്ങനെയാണെങ്കിലും ശരി കുറച്ച് ടൈമൊക്കെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ എടുക്കണം. പലപ്പോഴും നമുക്ക് പണ്ടത്തെ എനർജറ്റിക് ആയിട്ടുള്ള നമ്മളെ കിട്ടുക ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ കിട്ടുന്ന ചാൻസുകളൊന്നും അങ്ങനെ മിസ് ചെയ്യാറില്ല. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അത് അറിയുകയും ചെയ്യാം. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മീറ്റ് ചെയ്യലൊക്കെ വളരെ കുറവാണ്. ചിലപ്പോൾ പെട്ടെന്ന് തോന്നും, പെട്ടെന്ന് വിളിക്കും, അങ്ങനെയൊക്കെയാണ് മീറ്റിങ്സൊക്കെ അധികം ഉണ്ടാവാറുള്ളത്. അധികം മീറ്റിങ്സും കുറേ ടൈമൊന്നും നീണ്ടു നിൽക്കുന്നതായിരിക്കില്ല. ചിലപ്പോൾ 1 or 2 hour ആയിരിക്കും ഉണ്ടാവുക. ആ ടൈം കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കും, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യും, കുറേ ചിരിക്കും, അങ്ങനെ കുറേ ടൈം പോകുന്നത് അറിയേ ചെയ്യില്ല. അത് ശരിക്കും ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, മാരേജിൻ്റെ മുന്നേ കുട്ടികളൊക്കെ ആവുന്നതിൻ്റെ മുന്നേ ഭയങ്കര കമ്പനി ആയിരിക്കും, എല്ലായിടത്തും പോവുകയും ചെയ്യും, എല്ലാം ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ കിഡ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കാണാൻ പോയിട്ട് ചാറ്റ് ചെയ്യാൻ പോലും പലരെയും കിട്ടാറില്ല.
ശരിക്കും അങ്ങനെയുള്ള ഹോം മേക്കേഴ്സിനാണ് കൂടുതൽ ഫ്രസ്ട്രേഷനൊക്കെ ആയിട്ടുണ്ടാവുക. കാരണം ഹോം മേക്കർ സ്റ്റേജിൽ ഫസ്റ്റ് കയറുമ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമില്ല, നമുക്ക് ബോറടി ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. പിന്നെ കുറേ കാലം നമ്മൾ അതന്നെ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കായാലും ബോറടിക്കും. പിന്നെ ഒരു എംപ്റ്റി ഫീൽ ആയിരിക്കും മൊത്തത്തിൽ. അങ്ങനെ ഫ്രസ്ട്രേഷൻ വരും, സ്ട്രെസ് വരും, മൊത്തത്തിൽ പ്രശ്നങ്ങളായിരിക്കും. ഏതെങ്കിലും ഒരു ദോശ കഴിക്കാറ് നമ്മളെ മൈസൂർ സാധാ ദോശ വന്നിരിക്കുന്നു. സെൽഫ് കെയർ എന്ന് പറയുമ്പം മൈൻഡ് റിലാക്സ് ആക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ബോഡിയും കൂടിയും കെയർ ചെയ്യുക എന്നുള്ളത്. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. എനിക്ക് പറ്റുന്ന എപ്പോഴും ഒരു പ്രശ്നമാണ് വെള്ളം കുടിക്കാൻ മറന്നു പോകുക എന്നുള്ളത്, അല്ലെങ്കിൽ മടിയെന്ന് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് റിമൈൻഡർ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും അയ്യേ വെള്ളം കുടിക്കാനോ റിമൈൻഡർ ഒന്നും. പക്ഷേ എനിക്ക് എത്ര ട്രൈ ചെയ്തിട്ടും സെറ്റാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത്. സോ ഞാൻ റിമൈൻഡർ വെച്ചിട്ട് കുടിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡെയിലി എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ 1 hour 2 hour ഒന്നും ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മളെ ബോഡി ഫിറ്റാണെങ്കിൽ, നമുക്ക് കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു 15 to 20 minutes വാക്കൊക്കെ ധാരാളമാണ്. ഈ വർക്കൗട്ടൊക്കെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ വാക്കിംഗ് എങ്കിലും മതി നമുക്ക് ശരിക്കും ഒന്ന് ബോഡി ലെവലാക്കി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിൻ്റർ ടൈമിൽ മോനെ സ്കൂളിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ നടന്നിട്ടാണ്. ഒരു 20 minutes വാക്ക് ഉണ്ട് അവൻ്റെ ഇപ്പോഴത്തെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ വാക്കിങ് കിട്ടുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നടന്നിട്ട് തന്നെയാണ് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. തിരിച്ച് വരിക ബസ്സിലാണ്. കാരണം അവനക്ക് നടക്കാൻ ഭയങ്കര മടി. 20 minutes വാക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവൻ നല്ല ടയേർഡാവും. മോനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡേയിലെ നെക്സ്റ്റ് പാർട്ട് ബിഗിൻ ചെയ്യും. പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമായിരിക്കും. കൂടെ ബാക്കി കുറച്ച് പണികളും ഉണ്ടാവും. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അവനിന്ന് നല്ല വിശന്നിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് ഫുഡ് എന്നും പറഞ്ഞിട്ട് ബഹളം വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് അവനക്കുള്ള ഫുഡ് വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പുട്ടിൻ്റെ പൊടിയൊക്കെ ഞാൻ രാവിലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് പുറത്ത് പോകേണ്ട പ്ലാനൊക്കെ ഉണ്ടായത്. അങ്ങനെ ഞാൻ പുറത്തുനിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന്. ഞാൻ അവനക്ക് പെട്ടെന്ന് പുട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ട് കുക്കാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പുട്ട് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. പക്ഷെ ഉണ്ടാക്കുമ്പോഴായാലും കഴിക്കുമ്പോൾ ആയാലും അതെന്തായാലും എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും കുറച്ചൊക്കെ തൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി എടുക്കാനുള്ളതാണ് പുട്ട് ഉണ്ടാക്കുന്നതിലുള്ള മെയിൻ പണി എന്ന് പറഞ്ഞാൽ. പുട്ട് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഫുള്ള് ടേബിളിലും നിലത്തും മൊത്തം തൊഴിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് റെഡി ആവുന്ന നേരം കൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് വാങ്ങിയ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് അത്യാവശ്യമുള്ള കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിയതാണ്. അല്ലാതെ പൊതുവേ ഗ്രോസറി ഐറ്റംസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളത് വീക്കിലിയാണ്. വീക്കിലി ഫ്രൈഡേ ഓർ സാറ്റർഡേ നമ്മൾ പോയിട്ട് 1 വീക്കിനേക്കുള്ള ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കൊണ്ടുവരും. ഞാൻ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും വാഷ് ചെയ്തിട്ടല്ല ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളത് വാഷ് ചെയ്യാണ്ട് വെക്കുമ്പോഴാണ് അതിൻ്റെ ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ചീത്തായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്യാണ്ടാണ് എല്ലാം വെക്കാറുള്ളത്.
എടാ മമ്മ അല്ലടാ അത് കുക്ക് ചെയ്യാൻ പാവണ്ട. The fire is gone. ഓഫാക്കിയത്. അങ്ങനെ പുട്ട് റെഡിയായി. അവൻ കഴിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. സാധാരണ ഞാൻ അവൻ്റെ പിന്നിൽ നടക്കണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നല്ല വിശപ്പിലാണ് ആളുള്ളത്. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ആണ്. കുറേ നേരമായി വന്ന് ചോദിക്കുന്ന ആയിട്ടില്ലേ എന്ന്. അതുകൊണ്ട് വേഗം അവനക്ക് റെഡിയാക്കി കൊടുക്കുകയാണ്. സാധാരണ പുട്ട് വലിയ താല്പര്യമില്ല കേട്ടോ അവനക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കറി കൂട്ടിയിട്ട് തീരെ താല്പര്യമില്ല. അപ്പോൾ ഇന്ന് എന്തെങ്കിലും മതി എന്നായിരുന്നു. ഞാൻ വരുന്ന വഴിക്ക് പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവനക്ക് പഴം കൂട്ടിയിട്ട് പിന്നെ ഇഷ്ടമാണ്. വരുന്ന വഴിക്ക് പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഹോം മേക്കർ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് ബെസ്റ്റായിട്ട് ഫീൽ ആവാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സെൽഫ് കെയർ ടിപ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർത്താൽ മതി. ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഫാൻസി ആയിട്ടുള്ള കാര്യമൊന്നും ആവണമെന്നില്ല. ഒരു 10 മിനിറ്റ്സ് എങ്കിലും സമാധാനത്തിൽ കൂടുതലൊന്നും ആലോചിക്കാണ്ട് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഹോബിയൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടൈം അത് കിട്ടിയാൽ മതി. അത് തന്നെ നമുക്ക് നല്ല ഭയങ്കരമായിട്ട് റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഫീലാണ് തരിക. പിന്നെ എൻ്റെ ഈ ചെറിയ ചെറിയ ടിപ്സൊന്നും അല്ലാതെ നിങ്ങൾക്കും വേറെ കുറേ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ. പിന്നെ നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള സെൽഫ് പ്രാക്ടീസസും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ഗുഡും റിലാക്സ്ഡും ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ചെറിയ ചെറിയ മൊമെൻറ്റ്സൊക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.